എനിക്ക് വന്ന ഓഫർ എന്ന് വെച്ചാൽ ഒരു വീഡിയോക്ക് 28,000 രൂപ വെച്ച് അതിന് മുകളിലേക്ക് എമൗണ്ട് ഈ സമരത്തിനെതിരെ ഒരു വാക്കെങ്കിലും പറഞ്ഞാൽ മതി. എന്നെപ്പോലെ എവിടെയില്ലാത്ത ഒരാൾക്ക് ഇത്ര ഒരു ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന സെലിബ്രിറ്റീസ് എന്ന് നമ്മളൊക്കെ വിശേഷിപ്പിച്ച് പാടുന്നവർക്ക് എത്ര കിട്ടിക്കാണും, എത്രമേൽ വൈകാരിക നിമിഷങ്ങളാണെന്നറിയോ ജന്തർ മന്ദർ സമ്മാനിച്ചത്. എൻ്റെ കാരണം ഇതാണ്, ഈ നാടിനെ ഒറ്റുകൊടുക്കാൻ ഈ നാടിൻ്റെ യുവത്വം തയ്യാറല്ല. ഇന്ന് CJP എങ്കിൽ ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് ഉദയം കൊണ്ട T20 പാർട്ടി, ആ മൂവ്മെൻറ്റുകൾ ഇനിയും വരും, പോരാട്ടങ്ങൾ ഇനിയും തുടരും, വിജയങ്ങൾ അത് നേടിയെടുക്കുകയും ചെയ്യും. കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഇതുപോലൊരു സമരം നമ്മൾ മുൻപൊന്നും കണ്ടിട്ടില്ല. നമുക്കറിയാം, കർഷക സമരം നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. കർഷക സമരം ഒരു സമര രീതിയായിരുന്നു. എന്നാൽ ഈ ഒരു സമരം എന്ന് പറയുന്നത്, ഈ ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഓൺലൈനായും ഓഫ്ലൈനായും വലിയ രീതിയിൽ അവർക്ക് നേരിടാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സമരമായിട്ടായിരുന്നു നമ്മളത് കണ്ടത്. അത്തരത്തിലുള്ളൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കകത്തുള്ള ജനങ്ങളെ അല്ലെങ്കിൽ ആ സമരത്തെ വീക്ഷിക്കുന്ന ആളുകളെ 3 തരത്തിലാണ് നമ്മൾ കാണുന്നത്. 3 തരത്തിൽ കാണുന്നത് പറയുമ്പോൾ, ആ സമരത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, ആ സമരത്തോട് എതിർക്കുന്ന ആളുകളുണ്ട്, ആ സമരത്തോട് വെൽ ബാലൻസ്ഡ് എന്ന് പറയുന്ന ഒരു കൂട്ടരുമുണ്ട്, ഡിപ്ലോമാറ്റിക്. യെസ്. അപ്പോൾ അത്തരത്തിലുള്ള 3 കൂട്ടരുള്ളൊരു ഇടത്ത് നിന്ന് ആ സമരത്തിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ആ സമരത്തോട് ഐക്യപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ആ സമരത്തിലേക്ക് ഈ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. തീർച്ചയായിട്ടും. ആ യാത്ര തുടങ്ങാൻ നിങ്ങളെ കാരണമാക്കിയ ഒരു സന്ദർഭം എന്തായിരുന്നു? അവിടുന്ന് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. തീർച്ചയായിട്ടും. എന്നെപ്പോലെ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഈ സമരത്തോട് ശരീരം എവിടെയും മനസ്സവിടെയും വെച്ചിരുന്ന എത്രയോ യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് രാജ്യത്തിൻ്റെ പല വിവിധ ഭാഗങ്ങളിലുണ്ടാകും. പക്ഷെ എനിക്ക് നേരിട്ടറിയുന്ന എത്രയോ ആളുകൾ നമ്മളവിടെ എത്തുന്ന നേരം നമ്മോട് പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ ശരീരം ഇവിടെ ഉള്ളൂ, മനസ്സ് മുഴുവൻ ജന്തർ മന്ദറിലാണ്, ഡൽഹിയിലാണ്. അതിനൊരു കാരണം, നമ്മളൊരിക്കലും ഒരു സ്വേച്ഛാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ആർക്കു മുമ്പിലും വഴങ്ങിയിട്ടോ അവർക്ക് കീഴ്പ്പെട്ടിട്ടോ എന്നുള്ളൊരു സമൂഹമൊന്നുമല്ല. പ്രതിരോധങ്ങൾ ഉയർത്തിയിട്ടുണ്ട്, വിജയിച്ചിട്ടുമുണ്ട്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ, ഇതിലും 3 തരം ആളുകളുണ്ട്. എതിർക്കുന്നവർ, അനുകൂലിക്കുന്നവർ, രണ്ടിലും പെടാതെ നിൽക്കുന്നവർ. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് അപകടം അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നം ഫീൽ ചെയ്യുന്നത് അവിടെയാണ്. എതിർക്കുന്നവർ എതിർക്കുകയാണ്, അവരുടെ രാഷ്ട്രീയ ധാര എതിർക്കുന്ന ആശയമുണ്ട്, അവർ എതിർക്കുന്നു. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഫോളോവേഴ്സ് കുറയുന്നു, അല്ലെങ്കിൽ 2 തലയിലും, നമ്മളെ നാടൻ പ്രയോഗം പറഞ്ഞു കഴിഞ്ഞാൽ 2 തോണിയിലും കാലിട്ട് വെക്കുന്ന ഒരവസ്ഥ ചില ആളുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ നമ്മുടെ സ്വന്തം നാടിനെ ഒറ്റുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. അപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ചെറിയ സോഷ്യൽ മീഡിയ പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വന്ന ഓഫർ എന്ന് വെച്ചാൽ ഒരു വീഡിയോക്ക് 28,000 രൂപ വെച്ച് അതിന് മുകളിലേക്ക് എമൗണ്ട് ഈ സമരത്തിനെതിരെ ഒരു വാക്കെങ്കിലും പറഞ്ഞാൽ മതി. എന്നെപ്പോലെ എവിടെയില്ലാത്ത ഒരാൾക്ക് ഇത്ര ഒരു ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന സെലിബ്രിറ്റീസ് എന്ന് നമ്മളൊക്കെ വിശേഷിപ്പിച്ച് പാടുന്നവർക്ക് എത്ര കിട്ടിക്കാണും. ഫണ്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഫണ്ടിങ് ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഒഴുകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഡിപ്ലോമാറ്റിക് നിലപാട് വരുന്നത്. ഉപദേശവും ഉപദേശവും രണ്ടും ഒക്കെ കൂടെ സമന്വയിപ്പിച്ച് നമ്മളോട് പറയുകയാണ്. എന്നിട്ട് ഇന്ന് അവരൊക്കെ തന്നെ ഈ നാട്ടിലോട് വന്ന് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, വീട്ടിൽ പോകാനല്ല പറഞ്ഞത്. ഞാനത് കേൾക്കുന്നത് ഒരുപക്ഷെ ആ ഒരു സമരത്തിൻ്റെ വൈകാരികതയിൽ ഇരുന്നിട്ടാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ തന്നെ അത് കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്ന ഒരു ഓർഗാനിക് ദേഷ്യമുണ്ട്. അത് ഭയങ്കരമായിരുന്നു. കാരണം പണ്ട് ഗാന്ധിജിയും ഈ നാടിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് പോരാട്ടം നയിച്ച പല വ്യക്തിത്വങ്ങളും ഈ പോരാട്ടത്തിന് ഇറങ്ങുന്ന സമയത്ത് ഇവരവരോട് ചോദിക്കുമായിരുന്നില്ലേ, എന്തിനാ നിങ്ങൾ ഈ സമയത്ത് പോരാട്ടത്തിന് പോണത്, വീട്ടിലിരുന്നൂടെ, നിങ്ങൾക്ക് കുട്ടികളില്ലേ, കുടുംബമില്ലേ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അക്കാലത്തെ യുവാക്കൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ സമരത്തിന് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ നാടിനൊന്നും സ്വാതന്ത്ര്യമില്ല. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നമ്മൾ ഓടിച്ചതാണ്, അവരിത് ഇട്ടെറിഞ്ഞു പോയതൊന്നുമല്ല. ഈ നാടിൻ്റെ സമര പോരാട്ടത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടുന്ന് ഓടിപ്പോയതാണ്. അത് ഈ നാടിന് മൊത്തം അറിയുന്ന ചരിത്രമാണ്. എക്കാലത്തും അങ്ങനെയാണ്. നമ്മളൊരു സേഫ് സോൺ പിടിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. എതിർക്കുന്നവർ അവരുടെ രാഷ്ട്രീയമാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഈ പറയുന്ന സംഘപരിവാറാണ് ഇന്ത്യ ഭരിക്കുന്നത്. സംഘപരിവാറിന് ഇവർക്ക് പേടിയുണ്ടാകും. ഇപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ സമയത്ത് ഞാൻ ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ, ഇതിനെതിരെ നിലപാട് പറയുമ്പോൾ എന്നോട് പറയാണ്, നിൻ്റെ അക്കൗണ്ട് ഞങ്ങൾ 1 മാസത്തിനകം കളഞ്ഞോട്ടെ, നോ പ്രോബ്ലം, സോഷ്യൽ മീഡിയ അക്കൗണ്ട് അല്ലേ, അത് പുതുതാക്കി ഉണ്ടാക്കാൻ നമുക്കറിയാം.
അന്ന് കരുതിയിട്ട് നമ്മുടെ രാജ്യത്ത് ഒറ്റ കൊടുക്കുന്ന നിലപാടിന് മുമ്പിൽ ഇങ്ങനെ നോക്കിയിരിക്കാൻ എന്നെപ്പോലുള്ള അല്ലെങ്കിൽ എത്രയോ യുവാക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് ആ നാട് ജന്തർ മന്തറിൻ്റെ പോരാട്ട വീതി ശരിക്ക് ഞാൻ അവിടെ ഇരിക്കുന്ന ഒരാൾ ഇപ്പോഴും ആ ഊർജ്ജവും പ്രസരിപ്പും നമ്മുടെ മനസ്സിലുണ്ട്. എത്രമേൽ വൈകാരിക നിമിഷങ്ങളാണെന്ന് അറിയോ ജന്തർ മന്തർ സമ്മാനിച്ചത്. എൻ്റെ കാരണം അതാണ്, ഈ നാടിനെ ഒറ്റ കൊടുക്കാൻ ഈ നാടിൻ്റെ യുവത്വം തയ്യാറല്ല. ഇന്ന് CJP എങ്കിൽ ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് ഉദയം കൊണ്ട E20 പാർട്ടി, ആ മൂവ്മെൻറ്റുകൾ ഇനിയും വരും, പോരാട്ടങ്ങൾ ഇനിയും തുടരും, വിജയങ്ങൾ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും.